ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രനെയാണ്. അപ്പൊ ചന്ദ്ര രേവതിയെ വറുത്ത് പൊരിച്ചെടുക്കാണ് കേട്ടോ. രേവതിക്ക് എല്ലാം കൊണ്ടും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് ഭൂമിയോടെ താഴേക്ക് പോകാൻ തോന്നുന്നുണ്ട്. അതുപോലെയുള്ളൊരു സംസാരമാണ് ചന്ദ്രയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അപ്പൊ നിങ്ങൾ അതൊക്കെ കേട്ട് കാണുമല്ലോ. അങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ട് നിൽക്കുക. വീണ്ടും കാലി വന്ന് ഫോൺ എടുത്തിട്ട് സച്ചിനെ വിളിക്കുക. സച്ചിയാണേലും എടുക്കുന്നുമില്ല ഫോണ്. സച്ചി ഫോൺ എടുക്കാത്തത് കൊണ്ട് രേവതിക്ക് സച്ചിയോടൊന്നും പറയാനും പറ്റത്തില്ലാത്തൊരവസ്ഥ. അങ്ങനെ വീണ്ടും നമ്മുടെ രേവതി സച്ചിനെ വിളിച്ചു. സച്ചിനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് റിങ് വന്നപ്പം നമ്മുടെ മഹേഷ് പറഞ്ഞു, ഇതെന്താ സച്ചി, നിനക്ക് എന്താ ഫോൺ എടുത്താല് ആ കുട്ടി ഇത് എത്ര പ്രാവശ്യമായിട്ട് കിടന്ന് വിളിക്കുക, അവർക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലോ, നീ എന്താ സച്ചി നീ ഫോൺ എടുക്കാത്ത, നീ ഫോൺ എടുക്കാൻ പറഞ്ഞപ്പോ എന്ത് അത്യാവശ്യം, ഒരു അത്യാവശ്യം ഇല്ല, ഞാൻ പറഞ്ഞില്ലേ എന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ, അത് തന്നെ, അതല്ലാതെ വേറെ എന്തൊരു അത്യാവശ്യമാ. എടാ, വീട്ടിൽ നിന്ന് ഇങ്ങനെ കോള് വരുമ്പോ എടുക്കാതിരിക്കുന്നതേ അത് നല്ല കാര്യമൊന്നും അല്ല. ഒന്നാമത് നിന്റെ അച്ഛന് എന്തൊക്കെ പ്രശ്നങ്ങളുള്ളതാ അത് നിനക്കറിയാലോ. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പം എന്തേലും അത്യാവശ്യ കാര്യത്തിന് വിളിക്കുന്നെങ്കിൽ നീ എന്ത് ചെയ്യുന്നു പറഞ്ഞപ്പം പെട്ടെന്ന് നമ്മുടെ സച്ചിക്ക് ഒരു ആദി കയറിട്ടോ. കാരണം ഇനിയിപ്പോ എന്തെങ്കിലും പ്രശ്നം കാണുമോ, അയ്യോ ഇനിയിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയിപ്പോ എന്ത് ചെയ്യും. നമ്മുടെ രവീന്ദ്രന്റെ കാര്യമല്ലേ, രവീന്ദ്രന്റെ അസുഖമൊക്കെ ആയിട്ട് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ആ ഒരു ഇതിലേക്ക് ചിന്തിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് ഫോൺ എടുക്കാനുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടായി. ഫോൺ എടുത്തേക്കാം എന്ന് വെച്ചു. അങ്ങനെ സച്ചി ഫോൺ എടുത്തു കേട്ടോ. ഫോൺ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതി, എത്ര നേരമായി ഞാൻ കിടന്ന് വിളിക്കുന്നു, നിങ്ങൾ എന്താ ഫോൺ എടുക്കാതിരുന്നത്, എത്ര നേരമായി സച്ചിയേട്ടൻ ഞാൻ വിളിക്കുന്നു, ദേ നിങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണം എന്ന് പറഞ്ഞു. എന്തിനാടി ഞാൻ അങ്ങോട്ടേക്ക് വരുന്നത്, ഇപ്പൊ എന്താ അത്യാവശ്യം, ഞാൻ രാവിലെ അവിടെ നിന്ന് തന്നെ അല്ലേ ഇങ്ങോട്ടേക്ക് പോകുന്നത്. എന്റെ പൊന്നു സച്ചിയേട്ടൻ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണം. എന്താ അമ്മ വല്ല പ്രശ്നം ഉണ്ടാക്കിയോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി, നീ ഒരു കാര്യം ചെയ്യ, നീ അവിടുന്ന് നേരെ നിന്റെ വീട്ടിലേക്ക് പോക്കോ. എന്റെ വീട്ടിലേക്ക് പോകുന്ന കാര്യമൊക്കെ ഞാൻ അത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ദേ സച്ചേട്ടൻ ഇങ്ങോട്ട് വന്നിട്ട് വീട്ടിലേക്ക് പോണെങ്കിൽ ഒരു കുഴപ്പമില്ല, ഞാൻ പൊക്കോളാം, ഞാൻ അവിടെ പോയി സ്ഥിരമായിട്ട് നിന്നോളാം. ഇപ്പൊ സച്ചേട്ടൻ തൽക്കാലം ഇങ്ങോട്ടേക്ക് വന്നേ പറ്റൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കേട്ട് മടുത്തു, സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്, സച്ചേട്ടൻ ഇങ്ങോട്ട് വരാനാ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ രേവതിയുടെ ഇത്രയും പ്രഷർ ചുമത്തിയുള്ള സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് എന്തോ സംതിങ് പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലായി. സച്ചി പറഞ്ഞു, നീ ഫോൺ വെക്ക്, ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാന്ന് പറഞ്ഞു. എന്നിട്ട് മഹേഷിനോട് പറഞ്ഞു, എടാ നീ ഒരു കാര്യം ചെയ്യ, നീ ഡീൽ ചെയ്തേരെ, ഞാൻ ഇപ്പൊ വരാം, അവക്ക് എന്തോ ചെറിയ പ്രശ്നം ഉണ്ടെന്നാ തോന്നുന്നത്, എന്താണെന്ന് അറിയത്തില്ല, ഞാൻ ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു. ഏതായാലും മഹേഷ് പറഞ്ഞു, നീ പോയിട്ട് വേണം, നീ പേടിക്കൊന്നും വേണ്ട, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞപ്പോ ഒരു ഓട്ടോ എങ്ങാണ്ട് ഉണ്ടായിരുന്നു നമ്മുടെ സച്ചിക്ക്. ഓട്ടോ ആണ് മഹേഷിന് കൊടുത്തത്. ഈ സമയം ആയിക്കോട്ടെ നമ്മുടെ രേവതി കാലുമേക്കാലൊക്കെ കയറ്റി വെച്ച് ഇരിക്കുകയാണ് കേട്ടോ. രേവതി അല്ല, സോറി, ചന്ദ്ര കാലുമേക്കാലൊക്കെ കയറ്റി വെച്ച് ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചി വന്ന് വണ്ടി വന്ന് നിർത്തി. സച്ചി അകത്തേക്ക് കയറി വന്നതും ഇരിക്കുന്നത് കണ്ടു. ചന്ദ്ര ഇരിക്കുന്നത് കണ്ടപ്പോഴേ ഒരു പന്തികേട് തോന്നി പുള്ളിക്കാരന്. ഏതായാലും അതൊന്നും കൂട്ടാക്കിയില്ല. രേവതി എന്ത് ചെയ്യുന്നു ചോദിച്ചു. രേവതി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു ചന്ദ്ര. ആ സ്വരത്തിൽ തന്നെ ഉണ്ട്, ചന്ദ്ര പറയുന്ന സ്വരത്തിൽ തന്നെ ഉണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന്. അപ്പൊ രേവതി ഇങ്ങ് ഇറങ്ങി വന്നപ്പോഴത്തേക്കും തന്നെ രേവതിയുടെ കണ്ണ് കലങ്ങി കിടക്കുന്നു. രേവതി കരഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എന്തു പറ്റി രേവതി, എന്താ നീ ഇപ്പൊ എന്നെ വിളിച്ചതെന്ന് ചോദിച്ചു. എന്താ നിന്റെ മുഖത്ത് എന്താ, നീ എന്താ കരഞ്ഞോന്ന് ചോദിച്ചു. അത് പിന്നെ സച്ചേട്ട എനിക്ക് റൂമും വേണ്ട, എനിക്കൊന്നും വേണ്ട, ഞാൻ ഏതെങ്കിലും മൂലയ്ക്ക് ഒതുങ്ങി കിടന്നോളാം. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ആ താക്കോല് അമ്മയുടെ കയ്യിലങ്ങ് കൊടുക്ക്. എനിക്ക് വയ്യ, കേൾക്കുന്നതിനും സഹിക്കുന്നതിനും ഒക്കെ ഒരു പരിധിയുണ്ട്, അപമാനപ്പെടുത്തുന്നതിനും ഒരു പരിധിയുണ്ട്. എത്രയെന്നും പറഞ്ഞ് ഞാൻ ഇതൊക്കെ കേട്ടോട് നിൽക്കുന്നത്. സച്ചേട്ടൻ എനിക്ക് റൂം വേണ്ട, നമുക്ക് റൂം വേണ്ട, സച്ചേട്ടന് റൂം വേണമെങ്കിലേ സച്ചേട്ടൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ പൊക്കോളാം, ഞാൻ എന്നേക്കുമായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്നോളാം. ആർക്കും ഒരു ശല്യം ആവില്ല. ഞാൻ ദയവ് ചെയ്ത് ഇതുപോലെയുള്ള വാക്കുകൾ എനിക്കിത് പറയാൻ കൂടി അറപ്പാ എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് മനസ്സിലായി, ആരാ നിന്നോട് പറഞ്ഞത്, എന്താ നിന്നോട് പറഞ്ഞത്, എന്താ സംഭവിച്ചത്, നിന്നെ ആര് എന്താ പറഞ്ഞതെന്നാ ഞാൻ ചോദിച്ചത്, പറഞ്ഞത് നീ എന്താന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു. അപ്പം രേവതി പറഞ്ഞു, അത് പറയാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതെങ്ങനെ പറയുന്നത്, വേണ്ട സച്ചേട്ടാ, ഒന്നിനും വേണ്ട, ഒരു വഴക്കും ഉണ്ടാക്കാൻ ഞാനില്ല. ആ താക്കോല് ദയവ് ചെയ്ത് നിങ്ങൾ കൊടുക്ക്, നിങ്ങളുടെ കാലെ വീണ് ഞാൻ പറയുക, ഞാൻ ഏതേലും മൂലയ്ക്ക് കിടന്നോളാം, പ്ലീസ് ആ താക്കോല് കൊടുക്ക് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രുതി ഇറങ്ങി വന്നു കേട്ടോ.
ഇപ്പൊ സുധീനെ കണ്ടത്, എടാ സുധി, എന്താ ഇവിടെ പ്രശ്നം നടന്നത്, നീ എന്തെങ്കിലും രേവതിയോട് പറഞ്ഞോ? അല്ല ഇനിയിപ്പൊ നിന്റെ കെട്ടിയോൾ എന്തെങ്കിലും രേവതിയോട് പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, അത് പിന്നെ ഞാൻ എന്ത് പറയാനാ സച്ചി, എന്തിനും ഏതിനും എന്റെ മെക്കിട്ട് കയറാന് ഞാൻ രേവതിയോട് സംസാരിക്കാൻ പോലും നിന്നിട്ടില്ല, പിന്നെ എന്നോട് എന്തിനാ ഇങ്ങനെ വെറുതെ പറയുന്നത്? കാര്യം അറിയാതെ എന്നോട് തട്ടിക്കേറി സംസാരിക്കരുത് കേട്ടോ സച്ചി എന്ന് പറയുമ്പോ, എന്ത് കാര്യം അറിയാതെ, അല്ല പിന്നെ ആരാ ഇവിടെ എന്താ പറഞ്ഞതെന്നാ ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര ഇതൊക്കെ കേട്ടിട്ടൊന്നും മിണ്ടാതിരിക്കുക, മനസ്സിലായി നമ്മുടെ ചന്ദ്ര തന്നെയാ പറഞ്ഞതെന്ന്. അപ്പോഴത്തേക്കും രേവതിയോട് സച്ചി ചോദിച്ചു, നിന്നോട് എന്ത് പറഞ്ഞെന്നാ പറയുന്നത്? അത് പിന്നെ ഞാനത് എങ്ങനെയാ പറയുന്നത്? സച്ചേട്ടൻ ഇല്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, സച്ചേട്ടനെ ഞാൻ വശീകരിച്ചു വെച്ചിരിക്കുക, ഒരു ദിവസം പോലും സച്ചേട്ടന് ഞാനില്ലാതെ കിടക്കാൻ പറ്റില്ല, അതൊക്കെ വലിയ വൃത്തികേടായിട്ടാ ഇവിടെ കാണുന്നത് ചിലരൊക്കെ, അത് പറയുന്ന രീതിയിൽ എന്തൊക്കെ അസഫി വാക്കുകളെ ഉപയോഗിച്ചതെന്ന് അറിയാമോ എന്നും കൂടെ പറഞ്ഞപ്പോഴത്തേക്കും, മതി നിർത്ത് രേവതി, മതി, ഇതാരാ പറഞ്ഞത്, ഇതെന്തിനാ പറഞ്ഞത് എന്നൊക്കെ എനിക്ക് മനസ്സിലായി, നിർത്ത് ഇനി കൂടുതൽ രേവതി നീ ഇങ്ങോട്ട് ഒതുക്കിയൊന്നും പറയണ്ട എന്ന് പറഞ്ഞു. നാണമില്ലല്ലോ ഇവിടെ ഉള്ളവർക്ക് നാണം. ഇത് ഒരാളോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണോ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ എന്താ വിചാരിച്ചത് ഇവക്ക് ചോദിക്കാൻ പറയാനും ആരുമില്ല, ഇവളോട് എന്ത് വേണമെങ്കിലും മോശമായിട്ട് പെരുമാറിയാല് ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്നാണോ നിങ്ങളൊക്കെ കൂടി വിചാരിച്ചിരിക്കുന്നത്? ഇവക്ക് ചോദിക്കാനും പറയാനും ഇപ്പൊ തൽക്കാലം ഞാനിവിടെ ഉണ്ട്, ഞാൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ, ഇവളോട് ആരെങ്ങനെ സംസാരിക്കണം, ആരൊക്കെ സംസാരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഞാൻ തന്നെയാ. അല്ല എന്നോട് ചോദിക്കാതെ എന്റെ പെണ്ണിനോട് ഇതൊക്കെ പറയാനേ നിങ്ങളോട് ആരാ പറഞ്ഞത്? ഞാനേ എന്റെ അമ്മയോട് തന്നെയാ ചോദിച്ചത്. നാണമില്ലേ സ്ത്രീയെ നിങ്ങൾക്ക്? നിങ്ങള് ഇതുപോലെ വായിൽ വരാത്ത വൃത്തികെട്ട വാക്കുകൾ നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങൾക്ക്? കേൾക്കുമ്പോ തന്നെ എനിക്ക് അറപ്പും വേർപ്പും തോന്നുവാ. ഇതൊക്കെ കേട്ടോട് നിന്ന നിങ്ങളൊക്കെ എന്തൊരു മനുഷ്യരാ? അല്ല നിങ്ങളൊക്കെ സ്ത്രീകളല്ലേ? ഒരു സ്ത്രീ ബഹുമാനിക്കണം എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ സ്ത്രീകളെ തല്ലാറുമില്ല. എന്നിട്ട് ഒരു സ്ത്രീയെ അപമാനിക്കാനായിട്ടാണോ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്? നാണമില്ലാത്ത നിങ്ങള്. ഒരു റൂമിന്റെ പേരില് എന്തൊക്കെയാ ഈ പെങ്കൊച്ച് ഇവിടെ കിടന്ന് അനുഭവിക്കുന്നത്? അതുമല്ല രാവിലെ മുതൽ വൈകിട്ട് വരെ ഇവള് പണിയെടുക്കുക ഇവിടെ കിടന്ന്. എനിക്ക് വേണ്ടിയല്ല ഞാൻ റൂം തിരക്കിയത്, ഇവക്ക് വേണ്ടിയാ ഞാൻ റൂം താക്കോല് മാറ്റി പൂട്ടി വെച്ചത്, അറിയാമോ നിങ്ങൾക്ക്? കാരണമേ രാവിലെ മുതല് ഒന്ന് ഇരിക്കാതെ ഒന്ന് കിടക്കാതെ ഇവിടെ പണി ചെയ്യുന്ന ഒരാളേ ഉള്ളൂ, അത് രേവതിയാ. ബ്യൂട്ടി പാർലറിലൊക്കെ പോയി വെറുതെ നിന്ന് വിശ്രമിക്കുന്നത് പോലെയൊന്നും അല്ല. ഇവള് രാവിലെ മുതൽ ആരോടും ഒന്നും പറയാതെ, ഒരു പരിഭവവും ഒരു പരാതിയും പറയാതെ എല്ലാ പണികളും ചെയ്ത് എല്ലാവർക്കും ആഹാരം ഉണ്ടാക്കി തരുന്നുണ്ട്. എന്നിട്ട് എങ്ങനെ തോന്നുന്നു നിങ്ങൾക്ക് ഇതൊക്കെ പറയാന്? ഞാനൊരു കാര്യം പറയാം, പറഞ്ഞത് പറഞ്ഞു, മേലാല് എന്റെ ഭാര്യനെ എന്തെങ്കിലും പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഇതുപോലെ എല്ലാരിക്കില്ല സച്ചി പെരുമാറുന്നത്. സച്ചിയുടെ സ്വഭാവം ഇവിടെയുള്ള എല്ലാത്തിനും അറിയാലോ, അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും നിന്നോ, ഇല്ലെങ്കിൽ എന്റെ താനി സ്വഭാവം ഞാൻ വെളിയിൽ ഇറക്കും. പിന്നെ ഈ ശ്രീകാന്തും കേറി വന്ന ക്രോഷയൊക്കെ പറക്കുന്നതേ എങ്ങോട്ടാന്ന് ഞാൻ പറയുന്നില്ല. 2 മരുമക്കളെ നിങ്ങൾക്കുള്ളോ? ഇത് നിങ്ങളുടെ മരുമകളല്ലേ? നിങ്ങൾക്ക് നാണമുണ്ടോ? വേണ്ട, സ്നേഹിക്കണ്ട, പോട്ടെ, ദ്രോഹിക്കാതിരുന്നൂടെ നിങ്ങൾക്ക് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ് കേട്ടോ നമ്മുടെ സച്ചി. ചന്ദ്രയ്ക്ക് ഒരു വാക്കുമില്ല പറയാ. ചന്ദ്ര പറഞ്ഞു, അത് പിന്നെ ഞാൻ വേറൊന്നും അല്ലല്ലോ പറഞ്ഞത്, ഞാൻ സത്യമല്ല പറഞ്ഞത്, ഒരു 3 ദിവസം മാറി കിടന്നോർത്ത് എന്താ പ്രശ്നം ഇരിക്കുന്നത്? അതെ, നിങ്ങളുടെ 2 മക്കളാണല്ലോ ഈ നിൽക്കുന്നത്, ഈ സുദീപ് ഈ ശ്രുദീപ്, ഇവർക്ക് മാറിക്കിടന്ന എന്താ പ്രശ്നം? ഇവര് മാറിക്കിടക്കുന്നില്ലല്ലോ, അപ്പൊ അതിന് നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ഞാനും രേവതിയും മാറിക്കിടക്കുന്ന കാര്യം മാത്രമേ നിങ്ങൾക്ക് പറയാനുള്ളൂ. ഇവർക്കെന്നെ അത് ബാധകമല്ലേ? ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ചുമ്മാ എന്റെ മെക്കിട്ട് കയറാൻ വന്നോണ്ടല്ലോ, നിങ്ങളുടെ നാക്കടക്കി വെച്ചോ, ഇല്ലെങ്കിൽ ആ നാക്ക് വലിച്ചും വെട്ടിയും പൊള്ളല് ഞാൻ എറിയും, അത്രയ്ക്ക് ദേഷ്യം വന്നാ ഞാനിവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറയാ. രേവതിക്ക് ഇതൊക്കെ കേൾക്കുമ്പം സത്യം പറഞ്ഞാല് മനസ്സിന് വല്ലാത്ത വിഷമവും സങ്കടമൊക്കെ ഉണ്ടെങ്കിലും തന്റെ ഭർത്താവ് തന്നെ ചേർത്ത് നിർത്തുന്നു, തന്റെ ഭർത്താവ് തന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. എന്റെ ഭാര്യനെ തൊട്ടു പോകരുത്, എന്റെ ഭാര്യയോടൊന്നും പറഞ്ഞു പോകരുത്, ഇവൾ എന്റെ പെണ്ണാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പം നമ്മുടെ രേവതിക്ക് സത്യം പറഞ്ഞ മനസ്സിൽ സന്തോഷമുണ്ട് കേട്ടോ. ആർക്കാണേലും സന്തോഷം ആ ഒരു സമയത്ത് വരും, ആ ഒരു സന്തോഷം നമ്മുടെ രേവതിക്ക് വരുന്നുണ്ട്. എന്നിട്ട് സച്ചി പറഞ്ഞു, നന്ദി കെട്ടവർക്ക് വേണ്ടിയല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറിയത്? നിങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നവര് എന്റെ അച്ഛനെ അപമാനിക്കുകയോ അതുപോലെ സങ്കടപ്പെടുത്തുകയോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി സച്ചി മര്യാദയ്ക്കിരിക്കില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി നിന്ന് കരയുക. രേവതി പറഞ്ഞു, നീ എന്തിനാ നിന്ന് കരയുന്നത്? മുറിയുടെ താക്കോല് കൊടുത്തില്ലേ, നിനക്കതല്ലേ വേണ്ടത്? താക്കോല് കൊണ്ടുപോയി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാണിക്കുക, ഇനി ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി അങ്ങ് പോയി. സച്ചിയുടെ പുറകെ നമ്മുടെ രേവതി അങ്ങ് പോയി. ഇതിനിടയ്ക്ക് നമ്മുടെ ശ്രീകാന്ത് വന്നു കേട്ടോ. ശ്രീകാന്ത് അല്ല, സോറി,
നമ്മുടെ രവീന്ദ്രൻ വന്നു. രവീന്ദ്രൻ ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ രവീന്ദ്രന് സംഗതി എന്താണെന്ന് പിടികിട്ടി. രവീന്ദ്രൻ മുഴുവൻ കേട്ടു, നമ്മുടെ സച്ചി പറയുന്ന മുഴുവൻ കേട്ടു, ചന്ദ്ര എന്താണെന്ന് പറയുന്നത് മുഴുവൻ കേട്ടു, ചന്ദ്ര എന്ത് പറഞ്ഞെന്ന് മുഴുവൻ കേട്ടു. അപ്പം ഇത് കേട്ടിട്ട് നമ്മുടെ രവീന്ദ്രന് സത്യം പറഞ്ഞ അടിമുടി അങ്ങോട്ട് വിറക്കുക. എന്നിട്ട് ചന്ദ്രയോട് പറഞ്ഞു, നീ മുറിയിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ചന്ദ്രനെ കൂട്ടിക്കൊണ്ട് നമ്മുടെ രവീന്ദ്രൻ മുറിയിലേക്ക് പോവുകയാണ് കേട്ടോ. ചന്ദ്രയ്ക്ക് പുകില. ചന്ദ്രയ്ക്ക് ഇതല്ല വരേണ്ടത്, ഇതിനപ്പുറമാണ് നമ്മുടെ ചന്ദ്രയ്ക്ക് വരേണ്ടത്. അങ്ങനെ റൂമിനകത്തേക്ക് ചെന്ന് നമ്മുടെ ചന്ദ്ര റൂമിനകത്തേക്ക് ചെന്നിട്ട്, എന്താ രവിയേട്ടാ, എന്തിനാ എന്നെ വിളിച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണോ. ഒന്നും അറിഞ്ഞില്ല, ഒന്നും ചെയ്തില്ല എന്ന മട്ടില് നമ്മുടെ രവീന്ദ്രൻ സഹിക്കുവോ. രവീന്ദ്രൻ ആ ഡോർ അങ്ങോട്ട് അടച്ചിട്ടേ, എടി നീ എന്താടി രേവതിയോട് പറഞ്ഞത്? അതെല്ലാം ഞാൻ കേട്ടു. എത്ര തവണ ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ട് നിനക്ക് എന്തേ മനസ്സിലാകാത്തത്? നീ എന്തിനാ ഇങ്ങനെ വിഷം ചീറ്റുന്നത്? എന്തിനാ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത്? ഒരു കാര്യം സംസാരിക്കുമ്പോ ആലോചിച്ച് സംസാരിക്കണം. പറഞ്ഞ വാക്കുകൾ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല. എത്ര പറഞ്ഞിട്ട് നീ പഠിക്കുന്നില്ലല്ലോ ചന്ദ്രേ. നീ എന്താ ഇങ്ങനെയായി പോയത്? മോശമായ വാക്കുകളൊക്കെ ഉപയോഗിച്ച് നീ എന്തിനാ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കിയെന്നാ ഈ പറയുന്നത്? സച്ചിയല്ലേ മുറി പൂട്ടി താക്കോൽ എടുത്തിട്ട് പോയത്? അവൻ പറഞ്ഞേക്ക് നിങ്ങളും കേട്ടതല്ലേ. പ്രശ്നം ഉണ്ടാക്കിയത് അവനാ, ഞാനല്ല. അവനോട് ചോദിക്കാതെ നിങ്ങൾ എന്തിനാ എന്റെ തലയിലേക്ക് കയറുന്നത്? ഞാനൊരു കാര്യം പറയാം ചന്ദ്രേ, നീ ചുമ്മാ ന്യായീകരിക്കരുത്. പുതിയ മരുമകൾ വന്നു കയറിയതേ ഉള്ളൂ. അവൾ നമ്മളെ കുടുംബത്തെ എങ്ങനെയാ കാണുക? അവളുടെ മുമ്പില് നമ്മുടെ വില പോവില്ലേ? അതെന്താ രവിയേട്ട മനസ്സിലാകാത്തത്? വന്നു കയറിയ പുതിയ മരുമകളെ കുറിച്ച് നിനക്ക് ചിന്തയുണ്ട്. ഈ വീട്ടിലും മഹാലക്ഷ്മി പോലെ ആദ്യം വന്നു കയറിയതേ രേവതിയാ. അത് നിനക്കറിയാലോ. അവളുടെ മനസ്സ് വേദനിക്കുന്നതിനെ കുറിച്ച് ഓർത്തിട്ട് നിനക്ക് ചിന്തിക്കണ്ടല്ലേ? നീ എന്തൊക്കെയാ അവളെ പറഞ്ഞത്? അവള് പൊടിപ്പും തെങ്ങലും ഒക്കെ ചേർത്ത് ഓരോന്ന് പറഞ്ഞ് സച്ചിനെ കുത്തിവിടുക. അല്ലാതെ ഞാൻ പറഞ്ഞ കാര്യമൊന്നും അല്ല അവള് പറഞ്ഞത്. പിന്നെ അവളോട് പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്ത് പറയേണ്ടത്? നിന്റെ നാവുണ്ടല്ലോ, അതാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. വന്നു കയറിയ മൂരു മരുമക്കളെ കുറിച്ച് നിനക്ക് യാതൊരു ടെൻഷനും ഇല്ല. നിനക്കുണ്ടല്ലോ, നിനക്ക് വേറൊന്നുമല്ല, നിനക്കിപ്പോ ഇവിടെ വലിയ ആളാകണം. കുടുംബത്തിലുള്ളവരെ എല്ലാം നീ 4 വഴിക്ക് ആക്കുവോ? നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? അതിന് മാത്രം ഞാൻ എന്താ ചെയ്തത്? എല്ലാം തുടങ്ങിയത് ആ സച്ചിയാ. അവൻ കാരണമാ ഈ കുടുംബത്തിൽ സമാധാനം ഇല്ലാതാകുന്നത്. സച്ചി ഒരു കാരണമില്ലാതെ ഒരു പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് എനിക്കറിയാം. നീ ഒന്ന് വാ തുറക്കാതിരുന്നാ മതി പ്ലീസ്. നമ്മള് എന്ത് വിതയ്ക്കുന്നു അതേ മുളയ്ക്കത്തുള്ളൂ ചന്ദ്രൻ. നമ്മള് വീട്ടിൽ വന്ന മരുമക്കളോട് എങ്ങനെ പെരുമാറണമെന്ന് അത് നീ ആദ്യം പഠിക്കുക. രേവതിയെ നീ എത്രമാത്രം കഷ്ടപ്പെടുത്തുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് പ്രത്യേകിച്ച് ഇനി എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം സഹിക്കുക കുട്ടി. എടി, ഇതൊക്കെ ദൈവം കാണുന്നുണ്ട്. ആ പെങ്കൊച്ചിന്റെ കണ്ണീര് ദൈവം കാണുന്നുണ്ട്. നീ ഒരു പെണ്ണല്ലേടി. ഒരു പെണ്ണാണ് കാക്കേണ്ടത് എന്നൊക്കെ പറയാറുണ്ട്. അതുമല്ല, ഒരു പെണ്ണിനെ മുറിക്കുന്നതും ഒരു പെണ്ണാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എടി, 3 മരുമക്കളെയും ഒരുപോലെ കാണണം. ഞാൻ കൊണ്ടുവന്ന മരുമകള്, നീ കൊണ്ടുവന്ന മരുമകള്, പണക്കാരി, പാവപ്പെട്ടവള് എന്ന വേർതിരിവ് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ വേർതിരിവ് ഉണ്ടാകരുത്. എത്ര തവണ ഞാൻ ഇതൊക്കെ നിന്നോട് പറഞ്ഞതാ. വീണ്ടും 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 ഞാൻ എങ്ങനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം? അത് പിന്നെ പ്രശ്നം തുടങ്ങി വെച്ചത് ആ സച്ചിയാ. അവൻ മുറി പൂട്ടിപ്പോയി. അപ്പം ശ്രീകാന്തിനും വർഷയ്ക്കും വിഷമം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പൊ സച്ചിയും രേവതിയും വേദനിക്കുന്നതിൽ നിനക്ക് യാതൊരു പ്രശ്നമില്ല. ശ്രീകാന്തിനും വർഷയ്ക്കും മുറി വേണം. അതാണല്ലേ നിന്റെ ഏറ്റവും വലിയ പ്രശ്നം? അതല്ലേ നിന്റെ പ്രശ്നം? ശ്രീകാന്തിനും വർഷയ്ക്കും മുറി വേണം. ആ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. നീ ബാ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ചോദിച്ചു, എന്താ രവിയേട്ടാ, എനിക്ക് മനസ്സിലാവുന്നില്ല. ഏത് മുറി? അതെ, ഞാൻ പറയാം, നിന്നോട് വരാനാ പറഞ്ഞത്. വാ ചന്ദ്ര എന്ന് പറഞ്ഞു. ചന്ദ്ര പുറകെ അങ്ങോട്ട് ചെല്ലുകയാണ് കേട്ടോ രവീന്ദ്രന്റെ. അങ്ങനെ രവീന്ദ്രൻ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. നമ്മുടെ രവീന്ദ്രന്റെ തീരുമാനം കേട്ടാൽ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞെട്ടിപ്പോവും. അതുപോലെയുള്ളൊരു തീരുമാനം. അങ്ങനെ ചന്ദ്രയോട് പറഞ്ഞു, അതെ അവരെ വിളിക്കാൻ പറഞ്ഞു. എന്തിന്? പറഞ്ഞ അനുസരിച്ചാ മതി, അവരെ വിളിക്ക. ശ്രുതി ഇങ്ങ് വന്നേ. അതെ, എല്ലാവരെയും വിളിക്കാനല്ലേ പറഞ്ഞത്? ഇവിടെ 2 പേര് മാത്രമേ ഉള്ളോ? രേവതി ഇങ്ങ് വാ, അവനെ വേണേ കൂട്ടിക്കോ എന്നിങ്ങനെ പറയാണ് കേട്ടോ. ഏതായാലും ഇത് കേട്ടിട്ട് നമ്മുടെ സച്ചിയും രേവതിയും ശ്രുതിയും ഒക്കെ ഇറങ്ങി വരിക. അപ്പോഴത്തേക്കും ശ്രുതി വന്നിട്ട് എന്താ അമ്മ വിളിച്ചതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, നീ അവിടെ ഇരിക്കുക, ഞാനാ വിളിച്ചതെന്ന് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു. അപ്പോഴത്തേക്കും സച്ചി രേവതിയും വന്നിട്ട്, എന്തിനാ വിളിച്ചത്? നിങ്ങക്ക് കിട്ടേണ്ടത് കിട്ടിയില്ലേ? കണ്ടോ അവൻ ദേഷ്യപ്പെടുന്ന കണ്ടോ? എന്റെ സച്ചി, ഞാൻ പറഞ്ഞിട്ട് അവള് വിളിച്ചത്. 2 പേരും അവിടെ ഇരിക്കാൻ പറഞ്ഞു രവീന്ദ്രൻ. മോളെ, നീ വിഷമിക്കണ്ട, നീ ഇരിക്ക എന്ന് രവീന്ദ്രൻ പറയാ നമ്മുടെ രേവതിയോട്. രേവതി അവിടെ ഇരുന്ന് കേട്ടോ. ഏതായാലും എന്നിട്ട് നമ്മുടെ
രവീന്ദ്രൻ പറയാനുള്ള കാര്യം അങ്ങ് പറയുകയാണ്. അതെ, ഞാൻ ഇപ്പം എല്ലാവരെയും വിളിച്ചു വരുത്തിയത് എന്തിനാണെന്ന് അറിയാമോ? സച്ചി, എന്തായാലും നീ മുറിയുടെ വാതിൽ പൂട്ടിയിട്ട് പോയത് ഒരു തെറ്റ് തന്നെയാണ്. എന്റെ അച്ഛ, ഞങ്ങൾ എവിടെയൊക്കെ ഇടുന്നതെന്ന് അച്ഛൻ അറിയാലോ. ആ മുറി കയറരുത്, ബാത്റൂം പുറത്ത് പോയി ഉപയോഗിക്കാനൊക്കെ പറഞ്ഞപ്പോ പിന്നെ ഞാൻ എന്താ ചെയ്യുക? പിന്നെ ദേഷ്യം വരാതിരിക്കുവോ? ഒരു പരിധിയില്ല സഹിക്കുന്നതിന്. അല്ല, ഇവള് നിങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു തെറ്റ് തന്നെയാണ്. അത് തെറ്റാണെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. മോശമായ രീതിയിൽ ചന്ദ്ര രേവതിയോട് സംസാരിച്ചിട്ടുണ്ട്. അതും ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാ. അതുപോലെ മോശമായ വാക്കുകളാ ചന്ദ്ര ഉപയോഗിച്ചതെന്ന് ഞാൻ കേട്ടു, അതെനിക്ക് മനസ്സിലായി. ഏതായാലും നിങ്ങളുടെ അമ്മയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ അറിയാവുന്നതല്ലേ. എന്ത് ചെയ്യാനാ? ഒരിക്കലും നന്നാവില്ലെന്ന് വെച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ശരി, അതൊക്കെ വിട്ടേരെ. ഇപ്പം മുറിയാണല്ലോ വിഷയം. നീയും രേവതിയും നിങ്ങളുടെ മുറി തന്നെ കഴിഞ്ഞു, ഒരു പ്രശ്നമില്ല, ആ മുറി തന്നെയാ നിങ്ങൾ കഴിയേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ ചന്ദ്രൻ നോക്കുകയാണോ, ഇയാൾ എന്താ ഈ പറയുന്നത്? അപ്പം നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ശ്രീകാന്തിനും വർഷയ്ക്കും ഞങ്ങളുടെ റൂം കൊടുത്തോളാം. എന്താച്ചാ അച്ഛന്റെ റൂമോ? അപ്പോഴത്തേക്കും ചന്ദ്ര ചോദിച്ചു, നിങ്ങൾ എന്താ പറയുന്നത്? നമ്മുടെ റൂമോ? അയ്യോ, നമ്മുടെ റൂമോ? അതെ, നമ്മുടെ റൂമ്. ശ്രീകാന്തും വർഷയും ഇവിടെ തന്നെ താമസിക്കണം എന്ന് വാശി പിടിച്ചത് നീയല്ലേ? അപ്പം അവർക്ക് മുറി കൊടുക്കേണ്ടത് ആരാ ചന്ദ്രേ? നീയല്ലേ കൊടുക്കേണ്ടത്? അപ്പൊ നീ തന്നെ മുറി കൊടുക്കും. അപ്പൊ നമ്മുടെ സച്ചി പറഞ്ഞു, അച്ഛൻ എന്തിനാ അച്ഛന്റെ റൂം കൊടുക്കുന്നത്? നിങ്ങളുടെ റൂം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാ കിടക്കണത്? ഹേയ്, അത് ശരിയാവില്ല, വേണ്ട. എടാ, ഈ വീട്ടിൽ കിടക്കാനാണോടാ സ്ഥലമില്ലാത്തത്? ഞാൻ ഈ ഹോളിൽ കിടന്നോളാം, അതിനിപ്പോ എന്താ പ്രശ്നം ഇരിക്കുന്നത്? അപ്പൊ രേവതി പറഞ്ഞു, അച്ഛന് സുഖമില്ലാത്തതല്ലേ, ഇപ്പൊ രാത്രി നല്ല തണുപ്പുണ്ട്. വേണ്ട, അച്ഛൻ ഹോളിൽ കിടന്ന പ്രശ്നമാകും. അങ്ങനെ അച്ഛൻ കട്ടിലേന്ന് മാറി ഒന്നും കിടക്കണ്ട, അവർക്ക് ഞങ്ങളുടെ റൂം കൊടുത്തോളാം. റൂമിന്റെ താക്കോല് സച്ചിട്ടും തന്നല്ലോ, എടുത്തോ, കുഴപ്പമില്ല. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ സച്ചി ചോദിച്ചു, അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ അച്ഛാ, ഞങ്ങളുടെ മുറി തന്നെ കൊടുക്കണം എന്താ ഇത്ര വാശി? ഇവരുടെ മുറി കൊടുക്കത്തില്ലേ? ശ്രുതിയുടെയും മുറി കൊടുക്കത്തില്ലേ? അപ്പൊ ശ്രുതി പറഞ്ഞു, ഞങ്ങൾ ഇതിന് മുറി കൊടുക്കണം? അല്ല, അരിന് നീയാണല്ലോ സപ്പോർട്ട്, അപ്പം നിങ്ങൾ കൊടുക്ക. അപ്പൊ ഞങ്ങൾ എവിടെ കിടക്കും? ടെറസിലും ഹോളിലും ഒക്കെ ആയിട്ട് നിങ്ങൾക്കും കിടക്കാമല്ലോ, ഞങ്ങൾക്ക് മാത്രമേ കിടക്കത്തുള്ളൂ എന്ന് ചോദിച്ചു. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, നിർത്ത്, ഇനി ഇതൊരു പ്രശ്നം ആക്കരുത് ഇവിടെ. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു തീരുമാനം എടുത്തതാ. ഞാൻ എന്റെ റൂമാ കൊടുക്കുന്നത്. നിങ്ങൾ രണ്ടും നിങ്ങളുടെ റൂമിൽ കിടന്നു, ഒരു പ്രശ്നമില്ല. ഞാനും എന്റെ ഭാര്യയും ഹോളിൽ കിടന്നോളാന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് അങ്ങോട്ട് സൂഹിക്കുന്നില്ലട്ടോ. ചന്ദ്ര പറഞ്ഞു, അയ്യോ രവിയേട്ടാ, എനിക്കാണെങ്കിൽ നടുവിന് വേദനയൊക്കെ ഉള്ളതാ, നിലത്ത് കിടക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, എന്താ നിനക്ക് നടുവിന് വേദനയോ? ഞാനാ നിന്നോട് പറഞ്ഞത് നമുക്ക് ഹാളിൽ കിടന്നാൽ മതിയെന്ന്. എനിക്ക് എവിടെ കിടന്നാലും ഉറക്കം വരും. അപ്പൊ സച്ചി പറഞ്ഞു, അച്ഛൻ മരുന്ന് കഴിക്കുന്നില്ലേ? ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ. വിരിച്ച് കിടന്നിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും അച്ഛ, വീണ്ടും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി വരില്ലേ അച്ഛനെ? എടാ, ഈ ലോകത്തിൽ എത്രയോ ആൾക്കാരുണ്ട്, എല്ലാവരും സ്വന്തം മുറിയില് AC ഇട്ട് പത്തുപത്തലാണോ കിടക്കണത്? നാട്ടിലും അവിടുത്തെ വീട്ടിലൊക്കെ ഞാൻ കുറെ നാള് തറയിൽ വിരിച്ചിട്ട് തന്നെയാ കിടന്നത്. എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? അതാ അസുഖം, നമ്മുടെ ശരീരത്തിന് നല്ലത് അങ്ങനെ കിടക്കുന്നത് തന്നെയാ. അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നില്ല. ഈ കട്ടിലും കിടക്കയൊക്കെ വന്നതിന് ശേഷമാണ് നടുവേദനയും പുറവേദനയും കഴുത്തുവേദനയൊക്കെ ആൾക്കാർക്ക് കൂടിയത്, അല്ലാതെ വേറൊന്നുമല്ല. ചന്ദ്ര പറയുന്ന പോലെ ഒന്നുമല്ല. അല്ല, അച്ഛൻ മുമ്പ് കിടന്നിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ അച്ഛന് സുഖമില്ലല്ലോ, അത് അച്ഛൻ മറക്കരുത്. വേണ്ട അച്ഛ, അത് ശരിയാവില്ല എന്നിങ്ങനെ പറയുകയാണ്. ഏതായാലും നമ്മുടെ രവീന്ദ്രൻ ഉറച്ച ഒരു തീരുമാനത്തോടു കൂടി തന്നെ നിൽക്കുന്ന ആ ഒരു സീന് കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് വരുന്നവരെ, അടുത്ത വിശേഷം നയനിയുടെയും ആദർശിന്റെയും വിശേഷമാണ് കേട്ടോ. അതുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.